ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF വലിയ വിജയമുണ്ടായി. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം LDF സർക്കാരിനെതിരായിട്ടുള്ള ഭരണവിരുദ്ധ വികാരമാണെങ്കിലും അതിന് പിറകിൽ അല്ലെങ്കിൽ UDF വിജയത്തിന് പിറകിൽ ന്യൂനപക്ഷങ്ങളുടെ കേന്ദ്രീകരണം ഉണ്ടെന്ന് നമുക്ക് സമ്മതിക്കേണ്ടി വരും. ഈ ന്യൂനപക്ഷ കേന്ദ്രീകരണം മറ്റു പാർട്ടികളെ തന്നെ, ന്യൂനപക്ഷങ്ങൾ മാത്രം കേന്ദ്രീകരിക്കുന്ന പാർട്ടികൾ ഒഴിച്ചു നിർത്തിയാൽ മതേതര പാർട്ടികൾ എന്ന് പറയുന്ന പാർട്ടികളെ പോലും സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയം സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് മഞ്ചേശ്വരത്ത് BJP സ്ഥാനാർത്ഥി K. സുരേന്ദ്രൻ്റെ പരാജയം. കാരണം ഇവിടെ സുരേന്ദ്രനെ തോൽപ്പിക്കാൻ വേണ്ടി മതന്യൂനപക്ഷത്തിൻ്റെ, അതായത് ഏതൊരു മതമാണോ ഭൂരിപക്ഷമായത്, കേരളത്തിൽ മതന്യൂനപക്ഷം എന്ന് അറിയപ്പെടുമെങ്കിലും ആ മണ്ഡലത്തിലെ ഭൂരിപക്ഷ സമുദായം ഒന്നടങ്കം സുരേന്ദ്രനെ തോൽപ്പിക്കാൻ വേണ്ടി രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസം മറന്നുകൊണ്ട് ഒരുമിച്ച് പ്രവർത്തിക്കുകയായിരുന്നു എന്നുള്ള കണക്കുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം മഞ്ചേശ്വരം മണ്ഡലത്തിൽ നേരത്തെ CPM വിജയിച്ചിരുന്നത് ഒരു മണ്ഡലമാണ്. CH കുഞ്ഞമ്പുവായിരുന്നു CPMന് അവിടെ നിന്ന് വിജയിച്ച സ്ഥാനാർത്ഥി. പക്ഷേ അങ്ങനെ CPM വിജയിച്ചിരുന്ന ഈ മണ്ഡലത്തിൽ 42,000 വോട്ട് CPMന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയിരുന്നെങ്കിൽ ഇത്തവണ, അതായത് 2026 തെരഞ്ഞെടുപ്പിൽ അവരുടെ വോട്ട് 22,000-ലേക്ക് താഴുകയാണ് ചെയ്യുന്നത്. അതായത് 19,000-ലധികം വോട്ടാണ് CPMൻ്റെ കുറഞ്ഞിരിക്കുന്നത്. ഈ വോട്ട് എവിടേക്കാണ് പോയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം കണക്കുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മതപരമായ കണക്കുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 1,30,000-ലധികം മുസ്ലിം വോട്ടാണ് മഞ്ചേശ്വരത്തുള്ളത്. 90,000-ലധികം ഹിന്ദു വോട്ടാണ് മഞ്ചേശ്വരത്തുള്ളത്. ഈ 1,30,000-ഓളം മുസ്ലിം വോട്ടർമാരിൽ 1,02,000 പേരാണ് അവിടെ വോട്ട് ചെയ്തിരിക്കുന്നത്, മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ. അതേപോലെ തന്നെ ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ വോട്ട് ചെയ്തിരിക്കുന്നത് ഏതാണ്ട് 82,000 പേര് ഹിന്ദുക്കളാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ എടുത്തു നോക്കൂ, വോട്ടിംഗ് കണക്കുകൾ എടുത്ത സമയത്ത് BJP സ്ഥാനാർത്ഥി K. സുരേന്ദ്രൻ, അദ്ദേഹത്തിന് കഴിഞ്ഞ തവണ 65,000 വോട്ടുണ്ടായിരുന്നെങ്കിൽ ഇത്തവണ അത് 68,000 ഉയർന്നു. കഴിഞ്ഞ തവണ 66,000 വോട്ടുണ്ടായിരുന്ന മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിക്ക് ഇത്തവണ കിട്ടിയിരിക്കുന്നത് 96,000 വോട്ടുകളാണ്. അതായത് മുസ്ലിം സമുദായത്തിലെ ആളുകൾ ചെയ്ത വോട്ടിൻ്റെ ബഹുഭൂരിഭാഗവും ആർക്കാണ് കിട്ടിയിരിക്കുന്നത് മുസ്ലിം ലീഗിനാണ്. അപ്പം നേരത്തെ 40,000 42,000 വോട്ടുണ്ടായിരുന്ന CPMലെ വോട്ടുകൾ എവിടെ പോയി എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. CPMലെ വോട്ടുകളൊക്കെ മുസ്ലിങ്ങളായിട്ടുള്ള CPMകാരൊക്കെ തന്നെ മുസ്ലിം ലീഗിന് വോട്ട് ചെയ്തിരിക്കുന്നു. തങ്ങളുടെ പാർട്ടിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഒരിക്കൽ നിയമസഭയിലേക്ക് ജയിച്ച പാർട്ടിയാണ് CPM. ഇപ്പോൾ CPMന് സ്വാധീനമില്ലാത്ത മണ്ഡലമല്ല, പക്ഷേ CPMന് നല്ല സ്വാധീനമുണ്ടായിരുന്ന മണ്ഡലത്തിൽ, CPMന് നല്ല സ്വാധീനമുള്ള മണ്ഡലത്തിൽ 42,000 വോട്ടുകൾ CPMന് ലഭിച്ചിരുന്ന മഞ്ചേശ്വരം മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ വേണ്ടി മതപരമായ അടിസ്ഥാനത്തിൽ CPMൻ്റെ മുസ്ലിം വോട്ടുകളൊക്കെ തന്നെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിക്ക് പോയി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും CPMന് കാര്യമായ വോട്ട് കിട്ടിയ പ്രദേശമാണിത്, മഞ്ചേശ്വരം നിയോജകമണ്ഡലം. മഞ്ചേശ്വരത്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലും CPMന് നല്ല വോട്ടുകൾ സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ വോട്ടുകളൊക്കെ എവിടെ പോയി? ഈ വോട്ടുകളൊക്കെ തന്നെ കേന്ദ്രീകരിച്ച് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിക്ക് പോയി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. BJP സ്ഥാനാർത്ഥി തൻ്റെ വോട്ടുകൾ വർദ്ധിപ്പിക്കുന്നുണ്ട്, പക്ഷേ മുസ്ലിം സമുദായത്തിലെ വോട്ടുകളൊക്കെ തന്നെ ഒരു സ്ഥാനാർത്ഥിയിൽ കേന്ദ്രീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയൊരു സ്ഥിതി കേരളത്തെ സംബന്ധിച്ചിടത്തോളം തികച്ചും നമുക്ക് അനാരോഗ്യകരമായ ഒരു പ്രവണതയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്ക് വടക്കൻ കേരളത്തിലേക്ക് എടുത്തു നോക്കിയാൽ 16 സീറ്റുകളുള്ള മലപ്പുറം ജില്ലയിൽ, മലപ്പുറം ജില്ലയിലെ ഏതാണ്ട് 70% മുസ്ലിങ്ങളാണ്. പക്ഷേ 30%-ലധികം ഹിന്ദുക്കൾ അവിടെയുണ്ട്. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് 16 മണ്ഡലങ്ങളിൽ ഒരു ഹിന്ദു സ്ഥാനാർത്ഥിയെ മാത്രമാണ് മുന്നണികൾ നിർത്തിയത്. അത് സംവരണ മണ്ഡലമായ വണ്ടൂരിൽ മാത്രമാണ്. അപ്പോൾ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ മുസ്ലിം സ്ഥാനാർത്ഥികളെ നിർത്തുകയാണ് ചെയ്തിരിക്കുന്നത്. ഈ മുസ്ലിം സ്ഥാനാർത്ഥികൾക്ക് CPM പോലും അവരുടെ പരമ്പരാഗതമായിട്ട് അവർ പൊന്നാനിയിൽ ജയിച്ചു വരുന്ന മണ്ഡലത്തിൽ പോലും അവർ മുസ്ലിം സ്ഥാനാർത്ഥിയാണ് നിർത്തിയത്. പക്ഷേ അദ്ദേഹത്തെ CPMകാരനായ മുസ്ലിമിനെ തോൽപ്പിച്ചുകൊണ്ട് ലീഗുകാരനായ മുസ്ലിമിനെ ജയിപ്പിക്കുകയായിരുന്നു അവിടുത്തെ
ജനത ചെയ്തത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഇങ്ങനെയുള്ളൊരു വർഗീയ ചേരിതിരിവ് കേരളം മുഴുവൻ, പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ നമുക്ക് കാണാൻ കഴിയും. അത് നാദാപുരത്തായാലും കുറ്റ്യാടിയിലായാലും പേരാമ്പ്രയിലായാലും ഒക്കെ തന്നെ CPM-ൻ്റെ ശക്തി കേന്ദ്രങ്ങളൊക്കെ തന്നെ CPM തോൽക്കുന്നത് മുസ്ലിം ഏകീകരണത്തിൻ്റെ വോട്ട് CPM-നെതിരായിട്ട് വന്നതുകൊണ്ട് ആണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു തിരിച്ചടി നേരിടേണ്ടി വന്നത് BJP-ക്കും അതുപോലെ തന്നെ CPM-നുമാണ്. പക്ഷേ ഈ CPM ആണ് ഈ വർഗീയ ശക്തികളൊക്കെ നേരത്തെ തന്നെ പ്രോത്സാഹിപ്പിച്ചത് എന്നുള്ളത് വ്യക്തമാണ്. കാരണം ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഒരു ഭാഗമാണ്. അവർ ഇന്ത്യയിലെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതായിരിക്കും നമുക്ക് ഉത്തരം പറയേണ്ടി വന്നത്. ഇപ്പോൾ BD സതീശനെ പോലത്തെ ആളുകളൊക്കെ തന്നെ മതരാഷ്ട്രവാദം ജമാഅത്തെ ഇസ്ലാമി ഉപേക്ഷിച്ചു എന്ന് പറയുമ്പോഴും ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കൾ പറയുന്നുണ്ട് ഞങ്ങൾ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചിട്ടില്ല എന്നുള്ളത്. അങ്ങനെ ന്യൂനപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ വിജയമുണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ സംസ്ഥാന സർക്കാരിൻ്റെ അഴിമതിക്കും കെടുകാര്യസ്ഥയ്ക്കെതിരായ ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ടാകും. പക്ഷെ ആ ഭരണവിരുദ്ധ വികാരത്തോടൊപ്പം തന്നെ വർഗീയ ചേരിതിരിവുണ്ടാക്കാനാണ് ആര് ശ്രമിച്ചത്? UDF ശ്രമിച്ചത്. അതേ വർഗീയ ചേരിതിരിവിന് മറികടക്കാൻ വേണ്ടി കൗണ്ടർ പോളറൈസേഷൻ, അതായത് അതിനെതിരായിട്ടുള്ളൊരു ഹിന്ദു വോട്ട് ബാങ്ക് മൊബിലൈസ് ചെയ്യാനുള്ള ശ്രമവും CPM നടത്തിയിരുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ അതിന് അവർക്ക് ബലം ചെയ്തില്ല. പക്ഷേ ന്യൂനപക്ഷങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾ ഭൂരിപക്ഷമായിരിക്കുന്ന ജില്ലകളിലാണ് CPM-ന് കാര്യമായ തിരിച്ചടി നേരിട്ടത്. അത് എറണാകുളം ജില്ലയിലാണെങ്കിലും മലപ്പുറം ജില്ലയിലാണെങ്കിലും നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലൊക്കെ ബേപ്പൂർ ഒഴികെ എല്ലാ സീറ്റുകളും അവർക്ക് നഷ്ടപ്പെടുന്നു. പാലക്കാട് ജില്ലാ സീറ്റുകൾ നഷ്ടപ്പെടുന്നു. പക്ഷേ പാലക്കാട്, തൃശ്ശൂർ, കൊല്ലം, തിരുവനന്തപുരം ജില്ലയിൽ അത്ര വലിയ ഡാമേജ് അവർക്ക് ഉണ്ടാവാത്തത് അത് ന്യൂനപക്ഷങ്ങൾ കേന്ദ്രീകരിച്ച ജില്ലകളല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷങ്ങളുടെ ഈ ഒരു കേന്ദ്രീകരണം കേരളത്തിലെ രാഷ്ട്രീയത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. നമുക്കറിയാം നേരത്തെ പശ്ചിമ ബംഗാൾ ഇതാണ് ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പം പശ്ചിമ ബംഗാളിൽ BJP വലിയ തോതിൽ ശക്തി പ്രാപിച്ചു. അവിടെ ന്യൂനപക്ഷങ്ങൾ ഒറ്റക്കെട്ടായിട്ട് BJP എതിർക്കുകയായിരുന്നു ചെയ്തിരുന്നത്. നിർഭാഗ്യവശാൽ BJPക്ക് ഒറ്റ മുസ്ലിം സ്ഥാനാർത്ഥി പോലും ഉണ്ടായിരുന്നില്ല. പശ്ചിമ ബംഗാളിലെ ജനസംഖ്യയിൽ 70% ഹിന്ദുക്കളുള്ളത്. പക്ഷേ ആ 70% ജനസംഖ്യയിലെ ഹിന്ദുക്കളുടെ 2/3 ഭാഗം വോട്ട് നേടിക്കൊണ്ട്. കാരണം അവിടെ BJP കിട്ടിയിരിക്കുന്നത് 45% വോട്ടാണ്. അപ്പോൾ 70% ഹിന്ദുക്കളിൽ നിന്നാണ് അവർ 40% വോട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പം അങ്ങനെ ഇതിൻ്റെ ഒരു കൗണ്ടർ പോളറൈസേഷനും നടക്കാനുള്ള സാധ്യതയുണ്ട്. നമുക്കറിയാം 3 സീറ്റാണ് 2011 ബംഗാളിൽ BJPക്ക് ലഭിച്ചത്. 2021 അത് 77 മാറി. ഇപ്പോൾ അവർ ഭരണത്തിൽ അധികാരം പിടിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ കേരളത്തിൽ ഇപ്പോൾ BJPക്ക് 3 സീറ്റ് കിട്ടിയിരിക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള ന്യൂനപക്ഷ കേന്ദ്രീകരണം അതിശക്തമാവുകയും സ്വാഭാവികമായിട്ടും ഒരു കൗണ്ടർ പോളറൈസേഷൻ നടക്കും എന്നുള്ളത് വളരെ വ്യക്തമാണ്.